മധുരപലഹാരം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് ഗുണപരമായും രുചിയായും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നന്നായി പഴുത്ത ഏത്തപ്പഴവും സേമിയയും കൊണ്ട് ഉണ്ടാക്കാവുന്നതും വീട്ടിൽ സൂക്ഷിച്ചു വെക്കാവുന്നതുമായ ഒരു അടിപൊളി സ്വീറ്റാണ്. ഏത്തയ്ക്ക നന്നായി പഴുത്തു പോയാൽ കളയരുത്. ഇനി ഇത് എങ്ങനെ വെറൈറ്റിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ നന്നായി പഴുത്ത 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് റെഡിയാക്കി ഒരു പാത്രത്തിൽ വെക്കുക. ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 1 കപ്പ് സേമിയ വറക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി വറുത്ത സേമിയയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വറുത്തിട്ടുള്ളൂ. വറക്കാത്ത സേമിയ ആണെങ്കിൽ നല്ലവണ്ണം വറക്കണം. പിന്നീട് സേമിയ നമ്മൾ അധികം വേവിക്കുന്നില്ല. വറുത്ത സേമിയ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് ഇളക്കുക. സോഫ്റ്റ് ആകുന്നത് വരെ നന്നായി വഴറ്റണം. നെയ്യിൽ വഴലുമ്പോൾ ഏത്തയ്ക്കായ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഏത്തപ്പഴം പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുക. ഈ പലഹാരം ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നതിനാൽ ഏത്തപ്പഴം ധാരാളം കിട്ടുന്ന സമയം ടേസ്റ്റിയായും വെറൈറ്റിയായും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എപ്പോഴും ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് സ്വീറ്റിനേക്കാളും ഇത് നന്നായിരിക്കും. ഇങ്ങനെ ഏത്തപ്പഴം നന്നായി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. താല്പര്യമെങ്കിൽ ആ സമയം കുറച്ചുകൂടി നെയ്യ് ഒഴിക്കാം. അങ്ങനെ തേങ്ങയും ഏത്തപ്പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അങ്ങനെ വഴന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇടുന്നുണ്ട്. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര പാനിയോ പഞ്ചസാരയോ ഇട്ടാലും മതി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അഴുക്കൊന്നുമില്ലാത്ത നല്ല ശർക്കരപ്പൊടി ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇതിൽ ഇടുന്നുണ്ട്. അഴുക്കുണ്ടെങ്കിൽ തിളപ്പിച്ച് അരിച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ശർക്കര ചേർക്കുമ്പോൾ ഈ കൂട്ട് ലൂസാകും. ഇവിടെ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചുകൂടി ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1 കപ്പ് ശർക്കര ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. നല്ല മധുരമുള്ള ഏത്തയ്ക്ക ആണെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം. അങ്ങനെ ടോട്ടൽ 1 കപ്പ് ശർക്കര, അതുപോലെ 1 കപ്പ് തേങ്ങ, ഇനിയും 1 കപ്പ് സേമിയ കൂടെ ചേർക്കണം. ഇവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് യോജിക്കണം. അങ്ങനെ ഇളക്കി ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ മിക്സ് അങ്ങ് ടൈറ്റാകും. ഈ പരുവത്തിലെടുക്കുമ്പോൾ സേമിയ കുറച്ച് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. ക്രിസ്പി ആയിട്ട് വേണ്ടെങ്കിൽ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ച് ഒരു 1 മിനിറ്റ് കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. എന്നാൽ ക്രിസ്പിയോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇളക്കി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റണം. ഈ പരുവത്തിൽ തന്നെ ഇത് എടുത്ത് കഴിക്കാവുന്നതാണ്. എന്നാൽ ഇത് കുറച്ച് നാളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ചെറുതായിട്ട് ഞാൻ പാനിൽ വറക്കുന്നുണ്ട്. അതുപോലെ ഈ കൂട്ടിനകത്ത് ഞാൻ കുറച്ച് നട്ട്സ് പൗഡർ ചേർക്കുന്നുണ്ട്. ചേർക്കണമെന്ന് നിർബന്ധമില്ല. കുട്ടികൾക്ക് നട്ട്സൊക്കെ നല്ലതായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നട്ട്സ് ചേർക്കുന്നത് നന്നായിരിക്കും. അത് പൊടിച്ച് ചേർക്കണമെന്നൊന്നുമില്ല. തീരെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പൊടിച്ച് ചേർക്കുന്നത്, അല്ലാതെ ചേർത്താലും മതി. അങ്ങനെ നട്ട്സ് കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം. ഈ മിക്സിനിപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പൂണിട്ട് ആദ്യം ഇളക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് ഇളക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഇവിടെ ഞാൻ ഒരു പരന്ന ഷേപ്പിലാണിത് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് ഒരു പാത്രത്തിൽ വെക്കാം. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. എന്നാൽ
ഇച്ചിരൂടെ ടേസ്റ്റ് കിട്ടാനും ഒരു ഭംഗിക്കും ഗുണപരമായിട്ട് ഞാനിത് എള്ളിനകത്ത് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പം എള്ളിവിടെ വറുത്തിട്ടില്ല, വറക്കാത്ത എള്ളാണ്. കാരണം ഇത് പാനിൽ വെച്ചൊന്നുകൂടെ വറക്കുന്നത് കൊണ്ട് വറക്കാത്ത എള്ള് എടുത്താൽ മതി. അങ്ങനെ എല്ലാം എള്ളിനകത്ത് കോട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്, തീരെ കുറച്ച് നെയ്യ് മതി, നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തിത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വറുത്ത് ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ച് വിടുക. ഇങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് വളരെ ടേസ്റ്റിയായും ഹെൽത്തിയുമായിട്ടുള്ള ഏത്തയ്ക്ക പലഹാരം തയ്യാറായി. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.